ഇത് ചായാമൻസ ചീരയാണ് കേട്ടോ. അപ്പം ഇന്ന് തോരനാണ് ഇതിനെ കൊണ്ട് വെക്കാൻ പോണത്. അപ്പോൾ ഇത് ഞാൻ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. കഴുകി എടുക്കുകയാണ് കേട്ടോ ചായാമൻസ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പം ഞങ്ങളും വിചാരിച്ചൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഇതിന് നല്ലോണം കഴുകണം. ചിലർക്ക് ഇത് പറ്റൂല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല കാരണം. അരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പല നാട്ടിലും ഇതിനെന്താ പറയാന്ന്, നമ്മളവിടേക്കൊക്കെ ചായാമൻസ എന്നാ പറയുക. വേറെ പുറത്തൊക്കെ എന്താ പറയാന്നറിയില്ല. ഞാൻ അറിയാൻ പോകണേ. പിന്നെ ആദ്യം ഇത് നമ്മൾ വെച്ചിട്ട് വെള്ളം ഊറ്റാൻ അതിൽ കട്ടുണ്ടെന്ന് പറയുന്നത്. വേവുണ്ട് ഇതിന്. നമ്മൾ പയറിൻ്റെ ഇലല്ലേ അതുപോലെയാണ്. പയറിൻ്റെ ഇലയ്ക്ക് ഒരു കട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇത് വെച്ച് ഊറ്റണം. ഗ്യാസ് കത്തിക്കുകയാണ്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീരേനെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഊറ്റിയെടുക്കാനുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ മൂടി വെക്കാം. നമുക്ക് എന്താ പറയുക, തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ്. അത് ഞാൻ കഷ്ണം മുറിച്ചാൽ നടു. ഒരു പച്ചമുളകും. ഇത് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് വേവട്ടെ. ഇത് നമുക്ക് ചതക്കട്ടാ. തുറന്ന് നോക്കട്ടാ. ഇനി ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അത് തണുക്കട്ടെ. ഞാൻ സ്റ്റവ് ഓഫ് ആക്കുകയാണേ. പിഴിഞ്ഞെടുക്കട്ടെ. നല്ലോണം പിഴിയട്ടെ നമുക്ക്. രാവിലെയാണ് കേട്ടോ. ഇപ്പം 8:30 മണിയായേ. ഇനി നമുക്ക് ചതച്ച് വെച്ച തേങ്ങയാണ് ഇട്ടത്. പച്ചമുളകും വെളുത്തുള്ളിയും നാളികേരം കൂടി ചതച്ച് വെച്ചത്. ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വറ്റൽമുളകും ഉഴുന്നുപരിപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ കടിക്കാണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് മൂത്തിട്ട് നമുക്ക് ഈ ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മൂത്ത് വറ്റാൻ. എന്നിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതാ ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അടച്ച് വെക്കട്ടാ. അപ്പോഴൊന്ന് ചൂടായിക്കോട്ടെ. നാളികേരൊക്കെ എല്ലാം ചൂടായിട്ടുണ്ട്. തേങ്ങയൊക്കെ ചൂടായിട്ടുണ്ട്. അടിപൊളി മണമൊക്കെ വരുന്നുണ്ടേ. ആഹാ. ആ പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും ഒക്കെ കൂടി ചതച്ച മണം. എന്താ മണം, സൂപ്പർ മണം. അപ്പം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ വീടിൻ്റെ അടുത്തോ വീട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂടുണ്ടേ നോക്കാം. ടേസ്റ്റൊക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യം വേവുമ്പോൾ വിചാരിച്ച് ടേസ്റ്റ് കുറയുന്നു. പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ട്. മിനിമിനി കഴിക്കാൻ തോന്നുന്നു. നല്ല എരിവും പച്ചമുളകും വറ്റൽമുളകും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടത്. പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലൊക്കെ എത്തിക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജും കൂടി ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.